ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്ലീനിങ് ഐഡിയാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എല്ലാ ക്ലീനിങ് ടിപ്സും ഒരു ടൂത്ത് പേസ്റ്റുമായിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമായിരിക്കുമല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ഇവിടെ ക്ലീനിങ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്, നമ്മൾ ഏത് ക്ലീനിങ് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതും കൂടെ ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലീനിങ് ഇത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഓയിലൊക്കെ ആയിട്ട് എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും ഇതുപോലെ ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൽ ടൂത്ത് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ ഈ ഓയിലായിട്ടുള്ള കറ പിടിച്ചിരിക്കുന്ന ഏരിയകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതാ ഈ പ്ലേറ്റിൽ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ഉരച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. മറ്റേ നമുക്ക് പല ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നന്നായി ഹാർഡായിട്ട് കൈ കുറച്ച് നമ്മുടെ കൈയൊക്കെ ഒരു ഇതാവുമല്ലോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ്. അതേ സെയിം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടൂത്ത് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ സിങ്കിൽ ഇതുപോലെ കറകളും അതുപോലെ തന്നെ സിങ്ക് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടും കിട്ടും. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് ഉരയ്ക്കൊന്നും വേണ്ട, നല്ല സ്മൂത്തായിട്ട് തന്നെ കഴുകിയെടുക്കുക. അതുപോലെ ഈ പൈപ്പ്, സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഏരിയകളിലുള്ള കറകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോകും. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ. അടുത്തതായിട്ട് നമ്മുടെ വീട്ടുകളിൽ ഇതുപോലത്തെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുകി കഴിഞ്ഞാലും ഇതിനടിയിലും ഒക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഒരു യെല്ലോ കളറൊക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസിൻ്റെ കളറൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ എത്ര ഉരച്ചാലും പോവില്ല. അങ്ങനത്തെ ഏരിയകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിതുപോലെ ടൂത്ത് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യും. അതുപോലെ കപ്പുകളിലെ ഈ കറകൾ ഇതൊക്കെ നമ്മൾ സ്ക്രബ്ബർ കൊണ്ട് നമ്മളിങ്ങനെ ഹാർഡായിട്ട് വേണം നമ്മൾ ഉരച്ച് കളയാൻ വേണ്ടിയിട്ട്. പലപ്പോഴും സമയമില്ലാതെ നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് വിട്ടുപോകും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് തന്നെ വളരെ കുറച്ച് വെള്ളത്തിൽ ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഉരച്ചെടുക്കുന്നത്. അല്ലാണ്ട് നല്ല ഹാർഡായ സ്ക്രബ്ബറോ ഒന്നും വേണ്ട. നല്ല സ്മൂത്തായിട്ടൊരു ക്ലോത്ത് വെച്ചാൽ തന്നെ ഉരച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലേറ്റിലുള്ള ആ യെല്ലോ കളറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പിലുള്ള കറകൾ ഇതുവരെ നമുക്ക് ജസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് ക്ലോത്ത് കൊണ്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ഉരച്ചെടുത്താൽ മാത്രം മതി, ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും ഇങ്ങനെ കറയൊക്കെ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതേമാതിരി ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, ഇതുപോലെ ചുമരിലൊക്കെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇതുപോലെയൊക്കെ ഓരോ പണിയൊക്കെ ഒപ്പിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുമാതിരത്തെ എഴുത്തൊക്കെ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഒരു ക്ലോത്തിലാക്കിയിട്ട് നന്നായിട്ട് ആ ഏരിയ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലത്തെ വരകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും.
അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ വൈറ്റ് കളർ ഷൂ. നമ്മൾ എല്ലാ ദിവസവും ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വിട്ടാലും ഇതുപോലെ ഈ വൈറ്റ് ഷൂ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡേർട്ടി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഇതുപോലെ നമുക്ക് ഇത്തിരി വെള്ളത്തിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളായ കാര്യം എന്താ വെച്ചാൽ, ഷൂ പലരും നമ്മൾ വെള്ളത്തിലൊക്കെ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കഴുകുന്നവരുണ്ടാവും. കഴുകാൻ ഒരു പക്ഷേ ഈസി ആയിരിക്കും, പക്ഷെ അത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ, പിന്നെ ഇപ്പം നമ്മളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വെയിലത്ത് വെച്ചത് ഉണക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് മാത്രം തുടച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചല്ലല്ലോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടു, 2 ഷൂ, ഒരെണ്ണം ഞാനത് ക്ലീൻ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യാത്തതാണ്. വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കേണ്ട പ്രശ്നം അങ്ങനെയൊന്നുമില്ല. നമുക്ക് തുടച്ചെടുത്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.